നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു റയൽ മാഡ്രിഡ്. ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരം ഇത്തിഹാദിൽ സമനിലയിലാണ് അവസാനിച്ചത്. പക്ഷേ പിന്നെ ഷൂട്ടൗട്ടിലേക്ക് പോയി. ആ ഷൂട്ടൗട്ടിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ മറികടന്നുകൊണ്ട് റയൽ മാഡ്രിഡ് വിജയത്തേരിലേറി. അവരിപ്പോൾ സെമി ഫൈനലിൽ എത്തിക്കഴിഞ്ഞു. നിലവിലെ ചാമ്പ്യന്മാരെ പുറത്താക്കിയിരിക്കുന്നു റയൽ മാഡ്രിഡ് എന്നർത്ഥം. ഇങ്ങനെ സംഭവിച്ചപ്പോഴൊക്കെ കിരീടം റയൽ മാഡ്രിഡ് കൊണ്ടുപോയതാണ് ചരിത്രം. അത് ആവർത്തിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നിലവിലെ ചാമ്പ്യന്മാരെ എപ്പോഴൊക്കെ റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തി വിട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ റയൽ മാഡ്രിഡ് ആയിരുന്നു ആ സീസണിലെ ചാമ്പ്യന്മാർ. എവറി ടൈം റയൽ മാഡ്രിഡ് എലിമിനേറ്റഡ് ദി വിന്നർ ഓഫ് ദി പ്രീവിയസ് UCL എഡിഷൻ, ദേ എൻഡഡ് അപ്പ് വിന്നിങ് ദി കോമ്പറ്റീഷൻ. അതാണ് ചരിത്രം. അതാണ് ചോദിക്കുന്നത്. ഇത്തവണ ഇപ്പോൾ സിറ്റിയെ പുറത്താക്കിയല്ലോ, ആ കിരീടം അങ്ങ് റയൽ മാഡ്രിഡ് സ്വന്തമാക്കുമോ? അതിലേക്കുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. 97-98 ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ അവർ പുറത്താക്കുന്നു, കിരീടത്തിലേക്ക് പോകുന്നു. 99-2000 അതിന് മുമ്പത്തെ വർഷം കിരീടം ചൂടിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പുറത്താക്കുന്നു, കിരീടത്തിലേക്ക് പോകുന്നു. 2001-2002 ബയേണിനെ തറ പറ്റിക്കുന്നു, പ്രീവിയസ് ചാമ്പ്യന്മാരാണ്, അവരെ തോൽപ്പിക്കുന്നു. പിന്നെ കിരീടം റയൽ കൊണ്ടുപോകുന്നു. 2013-14 ഇത് തന്നെ സംഭവിച്ചല്ലോ. ബയേണിനെ പുറത്താക്കുന്നു, അതിന് മുമ്പത്തെ ചാമ്പ്യന്മാരാണ്, കിരീടം ചൂടുന്നു. പിന്നെ റയൽ മാഡ്രിഡ് 2021-22 ചെൽസിയോടും ഇത് തന്നെയല്ലേ ചെയ്തത്, കിരീടം ചൂടി. പിന്നെ റയൽ മാഡ്രിഡ് ഇപ്പോൾ ഇതാ സിറ്റിയോട് അത് തന്നെ 2023-24 ചെയ്യുന്നു. എന്ത് സംഭവിക്കും? ഒന്നുകൂടി സമീപകാലത്ത് ഓർമ്മയുള്ള കണക്കുകൾ മാത്രം പറഞ്ഞാൽ ഇത് ഒന്നുകൂടി എളുപ്പം കണക്റ്റഡ് ആവും. 2012-13 ഈ പോയ ഡെക്കേഡിലെ കാര്യം മാത്രം നോക്കുക. ബയേൺ മ്യൂണിക്ക് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടുന്നു 2012-13. 2013-14 റയൽ മാഡ്രിഡ് ബയേൺ മ്യൂണിക്കിന് അലിയൻസ് അരീനയിൽ ആദ്യമായിട്ട് പരാജയപ്പെടുത്തുന്നു. റിസൾട്ട് എന്താ? ഒടുവിൽ ആ കിരീടം കൊണ്ടുപോകുന്നത് റയൽ മാഡ്രിഡാണ്. 2020-21 ചെൽസിയാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടുന്നത്. 21-22 എന്ത് സംഭവിച്ചു? റയൽ മാഡ്രിഡ് ചെൽസിയെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ പരാജയപ്പെടുന്നു. ആദ്യമായിട്ടാണ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ പോയിട്ട് ആദ്യമായിട്ട് അവരെ തോൽപ്പിക്കുകയാണ്. റിസൾട്ട് എന്താ? കിരീടം ഒടുവിൽ റയൽ മാഡ്രിഡിന്. 2022-23 മാഞ്ചസ്റ്റർ സിറ്റി UCL നേടുന്നു. ഇതാ 23-24 ആദ്യമായിട്ട് ഇത്തിഹാദിൽ പോയിട്ട് അവരെ തോൽപ്പിച്ചിരിക്കുകയാണ് റയൽ മാഡ്രിഡ്. അപ്പൊ എല്ലാ സൂചനകളും ആ വഴിക്കാണ് കിരീടം റയലിന് സ്വന്തമാകുമോ? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.